ബസ് ഏതാണെന്നറിയോ? പ്രിയദർശിനി, നമ്മുടെ KSRTC ബസ്സിലുള്ള ആരാണ്? ആണുങ്ങൾ ആകും 4-5 ആണുങ്ങളുള്ളൂ. വിരലിൽ എണ്ണാമത്തുള്ള ആണുങ്ങളെ ആ ബസ്സിലുള്ളൂ. ബാക്കി മുഴുവനും പെണ്ണുങ്ങളാണ്. അല്ല, ഇതിങ്ങനെ ചവിട്ടി പിടിച്ച് കയറുന്ന ഈ പെണ്ണുങ്ങളോടാണ് ഞാൻ ചോദിക്കണത്. ഇത്തരം കാലത്ത് നിങ്ങൾ ഏത് ഭൂലോകത്തായിരുന്നു? ഇപ്പൊ ഒരു ബസ്സിന് ഒരു 20 റുപ്യ, ഒരു 10 റുപ്യ നിങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ വെറുതെ കയറാ എന്നുള്ള ഒരു നിയമം ഇവിടെ വന്നതോട് കൂടിയിട്ട് പൊന്നോ, KSRTC ബസ്സിനോടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് കൂടിപ്പോയിക്കണേ. വല്ലാത്ത ജാതൊരു പ്രണയം. ഇത്രയൊക്കെ KSRTC ബസ്സിനെ പ്രണയിക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞത് ഇപ്പോഴാണ്. എന്തോന്നാണ് ചങ്ങന്മാരെങ്ങനെ കാട്ടിക്കൂട്ടുന്നത്? ഇതെന്താ ആക്രാന്തം കാണിക്കണം നിങ്ങൾ? എന്ത് കണ്ടിട്ടാണിത്? ഞാൻ എപ്പോഴും ഇവിടെ പറയണേ, ഇത് അധികം വേഗാതെ നിങ്ങളുടെ ഈ ഒരു ആക്രാന്തം കാരണം ഉണ്ടല്ലോ, ഇതിവിടെ നിർത്തലാവും, ഉറപ്പാ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ കുടുംബത്തോടെ കോൺഗ്രസ്സുകാരനാണ്. അത് ഇങ്ങനെ ഒരു ചതി ഇവർ കയറിയിട്ട് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും മേടിച്ചില്ല. ദിവസം 1000-1200 രൂപ ശമ്പളം ഇതിൽ മേടിച്ചുകൊണ്ടിരുന്നത് ഞാൻ. ഇപ്പം 500 രൂപ, 400 രൂപ, 600 രൂപ ഇങ്ങനെയുള്ള രീതിയായി. കുടുംബം പട്ടിണിയാകുന്ന അവസ്ഥ. ഒരു നിവൃത്തിയില്ല. മാന്യമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഇപ്പോൾ 2000 രൂപ ഡെയിലി മുതലാളി കയ്യിൽ നിന്ന് തരണം, ഇത് ഡീസൽ അടിക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ഒതുക്കി ഇടുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വെക്കാം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ കുടുംബത്തോടെ കോൺഗ്രസ്സുകാരനാണ്. അത് ഇങ്ങനെ ഒരു ചതി ഇവർ കയറിയിട്ട് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും മേടിച്ചില്ല. ഇതിനേക്കാളും നല്ലത് പഴയ ഭരണം തന്നെയായിരുന്നെന്നാണ് തോന്നുന്നു. അത്രയ്ക്ക് സഹിയിട്ട് പോയി മനുഷ്യൻ്റെ ഈ കാണുന്ന ആൾ തന്നെ. ഇതേപോലെ കാലിക്ക് ഓടി സീതത്തോട് വരെ പോകും. അവിടെ നിന്ന് നമ്മളെ സർക്കാരിന്റെ ഇന്ദിരാ പ്രിയദർശിനി യാത്ര, അതായത് സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര KSRTC ബസ്സിൽ, അത് കാരണം കേരളത്തിലെ പ്രൈവറ്റ് ബസ് മേഖല ആകെ തകർന്ന് തരിപ്പണാകുന്ന കോലത്തിലാട്ടോ. അതായത് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഡീമെറിറ്റ്സും ഡിസഡ്വാൻറ്റേജും പഠിക്കാതെ വെറുതെ ഒരു സാമ്പിളായിട്ട് നടത്തിയ ഒരു പരിപാടിയാണിത്, ഫ്രീ യാത്ര. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ കുടുംബം പട്ടിണിയിലായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം 1000-1200 ശമ്പളം മേടിച്ചിരുന്ന അല്ലെങ്കിൽ കൂലി മേടിച്ചിരുന്ന ബസ്സിലെ തൊഴിലാളികൾ ഇപ്പം എത്ര മേടിക്കണ്ടാറോ? 200-300. അതായത് പെണ്ണുങ്ങൾ മുഴുവൻ കുത്തി നിറച്ചുകൊണ്ട് KSRTCയിൽ യാത്രയാണ്. സത്യത്തിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം ആർക്കാണ്? പാവപ്പെട്ടവന് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ പ്രയോജനം അധികം കിട്ടേണ്ടത് സർക്കാർ ജോലിക്കാരെ. ഒരാളുണ്ട് ഡെയിലി ബസ് യാത്ര ചെയ്യേണ്ട ആൾക്കാർ. സർക്കാർ ജോലിക്കാർക്കും അതേപോലെ തന്നെ ഇതേപോലെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ 50,000-40,000 സാലറി മേടിക്കുന്ന ടീച്ചർമാർക്കും മറ്റുമാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. ശരിക്കും ഓർക്കൊരു 10, 15, 20 ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണതിന് ഒരു മുടക്കൂല. പക്ഷെ എന്നിട്ടും പൈസ ഉണ്ടായിട്ടും പൈസൻ്റെ മേലെ പൈസ എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട ആൾക്കാർ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പദ്ധതി തന്നെയാണ്. പക്ഷെ എന്താ പറയുക, ഇത് പ്രൈവറ്റ് ബസ്സുകൾ ആകെ തകർക്കേണ്ട കോലത്തിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KSRTCയിൽ പെണ്ണുങ്ങൾ മുഴുവൻ രാവിലെ കുത്തി നിറച്ചിട്ട് ആണുങ്ങൾക്ക് ഇരിക്കാൻ കൂടി സീറ്റ് കൊടുക്കാതെ അമ്മാതിരി ഫുള്ളായിട്ടാണ് KSRTCയിലെ ഇന്ദിരാ ബസ് ഓടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഈ പദ്ധതി നടപ്പാക്കേണ്ടത്. കാരണം ഒന്ന് വിദ്യാർത്ഥി അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അർഹതപ്പെട്ട പാവപ്പെട്ട അതായത് ദാരിദ്ര്യത്തിനും താഴെയുള്ള സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കേണ്ടിയിരുന്നത്. അല്ലാതെ കണ്ട പൈസക്കാർക്കും സർക്കാർ ജോലിക്കാർക്കുള്ള സ്ത്രീകൾക്കും എല്ലാവരും തിന്നിട്ട് എല്ലിൻ്റെ അടി കുത്താറുന്നവരെ ഇതും ഫ്രീ അതും ഫ്രീ. പിന്നെ ഫ്രീ എന്ന് കേട്ടാൽ കുറേ ഓടി വരുന്ന കുറച്ച് പെണ്ണുങ്ങൾ വേറെ. ഇവരൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാർ. അല്ലാതെ പാവപ്പെട്ടവനിത് കിട്ടണില്ല. ശരിക്കും ഈ ഒരു പദ്ധതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേരളത്തെ ബസ് വ്യവസായം മുഴുവൻ തകർന്നു തരിപ്പണാവും. കുറേ ആൾക്കാരെ കുടുംബം പട്ടിണിയിലാവും. വരാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അടിയന്തരമായിട്ട് നടത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പദ്ധതി തന്നെയാണ്. തമിഴ്നാട്ടിൽ ഫ്രീ ഇല്ല, കർണാടകയിൽ ഫ്രീ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയൊക്കെ 90%, 85% കൂടുതലും ഗവൺമെൻറ് ബസ്. അവിടെ പ്രൈവറ്റ് ബസ് വളരെ കുറവാണ്, തുച്ഛമാണ്. കേരളത്തിൽ അങ്ങനെയാണോ? കേരളത്തിൽ 85% പ്രൈവറ്റ് ബസ്സുള്ള സ്ഥലമാണ് നമ്മളെ നാട്. അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുക. പിന്നെ തമിഴ്നാടിനും കർണാടകക്കും നല്ല നല്ല വരുമാനങ്ങളുള്ള സംസ്ഥാനം. കേരളത്തിൻ്റെ ആളുള്ള വരുമാനം സിഗരറ്റും മദ്യം തന്നെ ഉള്ളൂ. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇവിടെ നമ്മളെ നാട്ടിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധിപ്പിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലാവും. ബസ് വ്യവസായം മൊത്തം പൂട്ടിക്കെട്ടേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിൻ്റെ ആനുകൂല്യം വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ വയസ്സായിട്ടുള്ള സ്ത്രീകൾ, അതേപോലെ തന്നെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ട സ്ത്രീകൾ, അതായത് ഈ സർക്കാർ ജോലിക്കാരും ടീച്ചർമാരും ഗൾഫുകാര അങ്ങനത്തെ ടീംസുകളൊന്നുമല്ല കേട്ടോ. അവർക്ക് പൈസ ഉണ്ടല്ലോ. പിന്നെ എന്താണ് ഒരു 20 റുപ്യ ടിക്കറ്റ് കൊടുത്തിട്ട് പോകാൻ മടി? വെറുതെ ഒരു പേരിനിങ്ങനെ പേരെടുക്കുക, ഇന്ദിരാ ഗ്യാരണ്ടി എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഈ ഒരു പദ്ധതി വെട്ടിച്ചുരുക്കണം. അല്ലെങ്കിൽ നല്ല തകർച്ചയ്ക്കാവും കേരളം പോവുക. അമ്മാതിരി ദുരവസ്ഥയ്ക്കാരും ഉണ്ടാവുക. ഫസ്റ്റത്തെ ഒരു 4-5 മാസം നല്ല രീതിയിൽ ഓടും. അല്ലെങ്കിൽ ഷീ ബസ് എന്ന് പറഞ്ഞിട്ട് ഇറക്കാലോ.
എന്തിനാണ് എല്ലാ ബസ്സിലും ഫ്രീ കൊടുക്കേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. അത്രക്ക് ദാരിദ്ര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓർക്ക് കൊടുക്കണം. ഒരു 10-15 ടിക്കറ്റ് എടുക്കാൻ വയ്യാത്ത ആരും ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത്രയും ദാരിദ്ര്യത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഓർക്ക് ഫ്രീ കൊടുക്കുക, വയസ്സായ ആൾക്കാർക്ക് കൊടുക്കുക, ചെറിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക. അല്ലാതെ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഫ്രീ കൊടുത്തിട്ട് എല്ലാവരും രാവിലെ ബസ് കുത്തി നിറച്ച് ആണുങ്ങൾക്ക് സീറ്റും കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിൽ KSRTCയിലുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പണി പാളും, ആകെ തകിടം മറിയും. കാരണം ഇപ്പം തന്നെ പ്രൈവറ്റ് ബസ് ഓടാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. ആകെ നഷ്ടത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എന്താ ആൾക്കാരില്ല ബസ്സിൽ. ഇങ്ങനൊരു അവസ്ഥ ഇത്രയും കേരളം ഉണ്ടായിട്ട് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 10 നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഇടവും വല്ലതും നോക്കാതെ വെറുതെയാണ് നടപ്പിലാക്കി കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുക. അപ്പോൾ VD സതീശ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പദ്ധതി ഒരു വിദ്യാർത്ഥികൾക്കും വയസ്സായ ആൾക്കാർക്കും അതേപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്കായിട്ട് വെട്ടിച്ചുരുക്കുക. ബാക്കി പെണ്ണുങ്ങളൊക്കെ പൈസ കൊടുത്ത് പോട്ടെ എന്ന്, പൈസ ഉള്ളവർ പൈസ കൊടുത്ത് പോയിക്കോട്ടെ. ഇത്ര ദാരിദ്ര്യമുള്ള ആൾക്കാർ ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഓരോ സ്ത്രീക്കും ഒരു 500 രൂപ മാസം കൊടുത്താൽ പോരെ? അതാകുമ്പോൾ ബസ് മേഖലയും രക്ഷപ്പെടും, സ്ത്രീകൾക്കൊരു വരുമാനമായി. 500 രൂപ പോലെ ഈ 20 രൂപേനും 15 രൂപേനും ടിക്കറ്റിന് എത്ര കുത്തി നിറച്ച് പോകണമെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പ്രൈവറ്റ് ബസ് മുഴുവൻ നഷ്ടത്തിലും. അപ്പോൾ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.